السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم سبحانه وتعالى നമുക്കും നമ്മിലും നന്മ വഴികൊടുക്കാനാകുന്നു. അവന്റെ റഹ്മത്തും മഗ്ഫിറത്തും നൽകി ആമീൻ. ജീവിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു ആമീൻ. ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ചില രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ദുആ ചെയ്ത് എല്ലാവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു അവസാനം ഈമാനോടെ കലിമ ചൊല്ലി ഭരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത് അവൻ താമസിക്കുന്ന ഇടപെടുന്ന മേഖലകളിലൊന്നും വിവേചനത്തെ നേരിടാതിരിക്കുമ്പോഴാണ്. അധികാരവും സമ്പത്തും കരുത്തും കയ്യൂക്കും ഒക്കെയുള്ളവർ അതില്ലാത്തവരെ അപായപ്പെടുത്തുക, അപകടപ്പെടുത്തുക എന്ന കാര്യം, അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക എന്നതാണ് ലോകത്ത് മനുഷ്യരുടെ സാമൂഹിക ജീവിയായി ജീവിക്കാൻ തുടങ്ങിയ കാലങ്ങളിലേക്കുള്ളതാണ്. അധികാരമുള്ളവർ അവരുടെ അധികാരം ഉപയോഗിച്ച് മനുഷ്യനെ അവരവൽക്കരിക്കും. പണമുള്ളവരുടെ മുമ്പിൽ പണമില്ലാത്തവർ ദൗർബല്യമുള്ളവരാണ്, അവർ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നവരാണ്. ഇങ്ങനെ പല കാരണങ്ങളാൽ അക്രമത്തിനും അനീതിക്കുമൊക്കെ ഇരയാവുക എന്നത് ലോകത്ത് മനുഷ്യരും പഴയ കാലങ്ങളിലേക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ ആധുനിക ദേശരാഷ്ട്ര സംവിധാനങ്ങളൊക്കെ വികസിച്ചപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കാണുന്നത് പോലെയുള്ള പുതിയ ആധുനിക ഭാവങ്ങളോടുകൂടി നമ്മുടെ സാമൂഹിക രീതികളൊക്കെ മാറി മാറിയപ്പോൾ ഉണ്ടായി വലിയ അപകടമാണ്. വളരെ ഏകപക്ഷീയമായി ആളുകൾക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അത് വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ആളുകൾ അകാരണമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, നാടുകടത്തപ്പെടുമ്പോൾ, ആക്രമിക്കപ്പെടുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ അത് ചോദിക്കാനോ പറയാനോ മറ്റാർക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ച് ദേശരാഷ്ട്രങ്ങളായി ഓരോ നാടുകളും വിഭജിക്കപ്പെട്ടപ്പോൾ ഈ നാട്ടിലുള്ള ഒരാൾ മറുനാട്ടിലുള്ള ഒരാളെ കൊലപ്പെടുത്തിയാലോ അപായപ്പെടുത്തിയാലോ കേസ് പോലുമാകാൻ സാധ്യതയുണ്ട്. രാജ്യാധികാരികൾ തമ്മിലുള്ള തർക്കങ്ങളുടെ പേരിൽ അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മാനവികത എന്നൊക്കെ പറയുന്നത്, മാനുഷിക സുഖം എന്നതൊക്കെ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം താമസിക്കുന്നവർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമായി. നമുക്കറിയാലോ, ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഇന്ത്യയിലേക്ക് അതിർത്തി ഭേദിച്ചുകൊണ്ട് കടന്നു വന്ന, അനധികൃതമായി കടന്നു വന്ന ആളുകൾ നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളാരും അവരുടെ മാനവികതയുടെ വാക്കുകൾ പറയാറില്ല. ഇതൊരു കുറ്റകൃത്യമാണ്, അയാൾ കൊല്ലപ്പെടേണ്ടതാണ് എന്ന് പറയും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആളുകളുടെ മൂല്യങ്ങൾ അതൊക്കെ രാജ്യാധികാരികൾക്കുള്ളിൽ മാത്രമായി പരിമിതപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പത്രിക പുറത്തിറക്കുന്നത്. മനുഷ്യാവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്ന UNHCR ആ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ഒരു സാഹചര്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന ഈ ഒരു അവസ്ഥയെ അവസാനിപ്പിക്കലാണ്. എല്ലാ വർഷവും ഡിസംബർ 10 നമ്മുടെ നാട്ടിൽ ലോകവ്യാപകമായി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും അതിനുവേണ്ടിയുള്ള നിരവധി പരിപാടികൾ ലോകാടിസ്ഥാനത്തിൽ നടക്കുകയും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം കൂടി ഈ UN ചാർട്ടർ പരിശോധിച്ചാൽ ആ ചാർട്ടറിൽ ഉടനീളം പറയുന്ന കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള രാജ്യങ്ങളിൽ ഒരാൾക്കും വിവേചനങ്ങൾ നേരിടാൻ പാടില്ല. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ മൗലികമായി എല്ലാവർക്കും ലഭിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ വിവേചനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് ഭക്ഷണം നിഷേധിക്കപ്പെടാൻ പാടില്ല, മറ്റൊരാൾക്ക് കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ മൗലികമായ അവകാശങ്ങളാണ്. എല്ലാവർക്കും മൗലികമായി ലഭിക്കേണ്ട നീതിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തികമായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, സമത്വങ്ങളുണ്ട്. ഇത് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിരിക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് സ്കൂളിലേക്ക് വിദ്യാലയത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരാൾക്ക് ഇരിപ്പിടത്തിലിരിക്കാൻ സൗകര്യമുണ്ട്,
എന്നാൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എതിർത്തിരിക്കാനേ സൗകര്യമുള്ളൂ. വിവേചനമാണ്. ഇങ്ങനെയുള്ള വിവേചനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന അടിസ്ഥാനത്തിലാണ് മൗലികാവകാശങ്ങളെ മനുഷ്യാവകാശങ്ങളായി പരിചയപ്പെടുത്തുന്ന കാഴ്ചയുണ്ടായത്. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രം പറഞ്ഞു നോക്കിയാൽ ലോകത്തെ ഏറ്റവും മനോഹരമായ മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ പ്രസ്താവനകൾ നടത്തിയ കാലമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലത്തെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ സമാപ്തിയോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലെ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് നടത്തിയ അറഫ പ്രഭാഷണം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആ പ്രഭാഷണം വളരെ ചുരുക്ക വാക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ലോകത്ത് അന്ത്യനാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കുള്ള ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ സാക്ഷി നിൽക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞത് ഈ രാജ്യവും ഈ പ്രദേശവും ഈ മണ്ണും ഈ ദിവസവും എത്രത്തോളം പരിശുദ്ധമാണോ പവിത്രമാണോ അതുപോലെയാണ് നിങ്ങളുടെ രക്തവും അഭിമാനവും. നിങ്ങൾ തമ്മിലുള്ള രക്തവും അഭിമാനവും സമ്പത്തും ഇതൊന്നും ഒരു കാരണവശാലും ഇതിന്മേൽ അന്വേഷിച്ചിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഓരോ വ്യക്തിയുടെയും അഭിമാനം സംരക്ഷിക്കപ്പെടണം. ഓരോ വ്യക്തിയുടെയും ശാരീരിക സുരക്ഷയെ ഉറപ്പാക്കണം. ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിക നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷമുള്ള അവസാന പ്രഖ്യാപനമാണിത്. അതിനുശേഷം കുറഞ്ഞ നിയമങ്ങൾ മാത്രമേ വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? 23 കൊല്ലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ പരിശോധിച്ചാൽ അത് ഈ അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു മനുഷ്യന്റെയും ശരീരം ആക്രമിക്കാൻ പാടില്ല. ശരീരം സംരക്ഷിക്കപ്പെടണം. രക്തചൊരിച്ചിലുകൾ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകണം. അതിനെ തുടർന്നാണ് നമ്മുടെ പരിശുദ്ധ ദീനിൽ അകാരണമായിട്ടുള്ള അക്രമങ്ങളെല്ലാം നിഷേധിക്കുന്നത്. ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. ഒരു യുദ്ധത്തിന് പോകുന്ന വേളയിൽ പോലും അവിടെയുള്ള സിവിലിയന്മാർ ആക്രമിക്കപ്പെടാൻ പാടില്ല. ഏതു കാലത്താണ്? ഇന്നത്തെ ടെക്നോളജിയുടെ യുദ്ധ സാമഗ്രികളുടെ സന്നാഹങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് സിവിലിയന്മാരായിട്ടുള്ള സൈന്യമല്ലാത്ത ഒരാളും ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന നിയമം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്നത്. ഒരാളുടെയും അഭിമാനം പിച്ചിച്ചീർക്കാൻ പാടില്ല. ഒരാളുടെ സമ്പത്തും അപഹരിക്കാൻ പാടില്ല. നമ്മുടെ പരിശുദ്ധ ശരീഅത്തിന്റെ നിയമങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ ഈ അടിസ്ഥാനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള നിയമങ്ങളാണ്. നമ്മുടെ ശരീഅത്തിന്റെ റസൂലുള്ളാഹി അലൈഹി വസല്ലം എത്രയോ വാക്കുകൾ ഹദീസിൽ നമുക്ക് കാണാം. നമ്മുടെ അമൽ അല്ലാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്നത്, ഞാൻ നിർവഹിക്കുന്ന ഒരു സൽക്കർമ്മം അത് പുണ്യകർമ്മമായി സ്വീകരിക്കപ്പെടുന്നത് അത് ഈ ഭൂമിയിൽ ഞാൻ മറ്റുള്ളവരോടുള്ള ബാധ്യതകളെ നിർവഹിക്കുമ്പോൾ മാത്രമാണ്. മാതാപിതാക്കളുമായി കലഹിക്കുന്നവർ, തന്റെ പ്രിയപ്പെട്ടവരുമായി കലഹിച്ച് അവരുമായി പിണക്കത്തിൽ ഏർപ്പെട്ടവർ, അല്ലെങ്കിൽ മനുഷ്യരോടുള്ള കടമകൾ നിർവഹിക്കാൻ ബാക്കിയുള്ളവർ, അവരുടെ അമലുകൾ അല്ലാഹുവിന്റെ പക്കൽ സ്വീകാര്യമല്ല. നാളെ ആഖിറത്തിൽ അല്ലാഹു നമ്മളെ വിചാരണ ചെയ്ത് രക്ഷപ്പെടുകയാണെങ്കിൽ പോലും പടപ്പുകളുമായി അല്ലാഹുവിന്റെ അടിമകളുമായി നമുക്കുള്ള ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടണം. അത് വാക്കുകൊണ്ടുണ്ടാകാം, നോക്കുകൊണ്ടുണ്ടാകാം, എന്റെ ചില ഇടപെടലുകളെ കൊണ്ടുണ്ടാകാം, എന്റെ മാനസികമായിട്ടുള്ള ചില സമീപനങ്ങളെ കൊണ്ട് വരെ ഉണ്ടാകാം. ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് അപായമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല എന്നല്ലേ അൽ മുസ്ലിം. ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി നിരവധി ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസുകളുടെ ചുരുക്കം എന്താണ്? എന്റെ കൈകളെ കൊണ്ടോ എന്റെ വാക്കുകളെ കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒരാൾക്കും ഒരു അപരാധവും സംഭവിക്കാൻ പാടില്ല. എങ്കിലേ ഞാൻ മുസ്ലിം ആവുകയുള്ളൂ. എങ്കിലേ എന്റെ ഇബാദത്തുകളുടെ സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. പിശാച് മനുഷ്യരെ പിഴപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവരെ കൊണ്ട് ഇബാദത്തുകൾ ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. പക്ഷേ അവന്റെ നാവിനെ ലൈസൻസ് ഇല്ലാതെയാക്കി കളയും. അവന്റെ നാവിനെ, അവന്റെ ചിന്തകളെ, അവന്റെ കൈകളെ, അവന്റെ ലൈംഗികാവയവങ്ങൾക്ക് നിയന്ത്രണമില്ലാതാക്കുകയും മറിച്ച് അവനെ കൊണ്ട് മറ്റു ഇബാദത്തുകൾ ധാരാളമായി ചെയ്യിപ്പിക്കുകയും ചെയ്യും പിശാച്. അപ്പൊ ഈ സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ കരുതി പോകും മറ്റു പ്രവർത്തനങ്ങളും ദോഷങ്ങളും ഒക്കെ ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന്. ഒരിക്കലുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി നമ്മൾ നിയമനിർവഹണത്തിന്റെ ഭാഗമാകണം.
ഏതെങ്കിലും ചില ഭാഗത്ത് മാത്രമായി കഴിഞ്ഞാൽ അത് ജൂതന്മാരുടെ ശൈലിയാണെന്ന് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില കാര്യങ്ങളെ സ്വീകരിക്കുകയും ചില കാര്യങ്ങളോട് മുഖം തിരിച്ചിരിക്കുകയും ചെയ്യുക എന്നത് അത് ജൂതന്മാരുടെ അടയാളമാണ്. പറഞ്ഞു വന്നതിന് ചുരുക്കം ഇതാണ്, പരിശുദ്ധ ഇസ്ലാമിനോളം തങ്ങളോളം ഈ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പരാമർശിച്ച എത്ര കൊല്ലം മുമ്പാണ്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സാധ്യമാകുന്നത് ലോകം പോലും അതിനെ കുറിച്ച് ആലോചിക്കുന്നത് 940-കൾക്ക് ശേഷമാണ്. നേരത്തെ പറഞ്ഞു, ആ കാലത്ത് നിങ്ങൾ പറഞ്ഞ അതേ പ്രസംഗത്തിൽ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമാണ്, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ പരിഗണിക്കണം. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, അവരെ നിങ്ങൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇതിൽ അല്ലാഹുവിന്റെ അമാനത്തായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകളെ നിർവഹിക്കണം. പുരുഷന് സ്ത്രീയോട് ബാധ്യതയുണ്ട്, സ്ത്രീക്ക് പുരുഷനോട് ബാധ്യതയുണ്ട്. ആ ബാധ്യതകളെ നിർവഹിക്കണം എന്ന് ഏതു കാലത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. ഒരു തരത്തിലും അവർക്ക് മൗലികമായി നൽകപ്പെടേണ്ട ഒരു അവകാശവും തടയപ്പെടാൻ പാടില്ല. സ്ത്രീയായി എന്നതുകൊണ്ട് ഒരു അവകാശവും തടയപ്പെടാൻ പാടില്ല. പുരുഷനായി എന്നതുകൊണ്ട് ഏതു തരത്തിലുള്ള പീഡനങ്ങളെയും ഏതു തരത്തിലുള്ള ആക്രമണങ്ങളെയും അവർ അനുഭവിക്കേണ്ടവരാണ് എന്ന തോന്നലും ഉണ്ടാകാൻ പാടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബാധ്യതകളെ നിർവഹിക്കണം എന്നത് എല്ലാം പറഞ്ഞു വച്ചതിനു ശേഷം ആ ഖുതുബ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്കിടയിൽ നീചത്വങ്ങളില്ല, നിങ്ങൾക്കിടയിൽ അധികാരത്തിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം, പണത്തിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം, പക്ഷേ നിങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള നിങ്ങൾക്ക് ഉച്ചനീചത്വങ്ങളുടെ ഒരു അടയാളവും വിശ്വാസികളെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് ഏകനാണ്, ഒരൊറ്റ അല്ലാഹുവേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളൊക്കെ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളാണ്. ഒരു അറബിക്കും അനറബിയേക്കാൾ പ്രത്യേക മേന്മകളില്ല. ഇത് പറയുന്നത് അറബികളോടാണ്. അറബികളെ നിങ്ങൾക്ക് അനറബികളെക്കാൾ ഒരു മേന്മയും ഉണ്ടാകുന്നില്ല. അനറബികൾക്ക് അറബികളെക്കാൾ പ്രത്യേകിച്ച് പവിത്രതയില്ല. കറുത്തവനേക്കാൾ വെളുത്തവന് സ്ഥാനങ്ങളില്ല, വെളുത്തവനേക്കാൾ കറുത്തവന് സ്ഥാനങ്ങളില്ല. ഇങ്ങനെ തുടങ്ങി എല്ലാ ഉച്ചനീചത്വങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയാണ്. ഏതു കാലത്താണ് ഇത് വാക്കുകൊണ്ട് പറയുന്നതിനപ്പുറം ഇതിനെ പ്രയോഗവൽക്കരിക്കാൻ തങ്ങൾക്ക് സാധ്യമാവുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വിജയം കൊടിവാദിച്ച ഘട്ടമാണ് മക്ക ഫതഹിന്റെ വേള. തങ്ങളുടെ കൂടെ സ്വഹാബികളുണ്ട്, വലിയ നേതാക്കളുണ്ട്. ആ നേതാക്കളും സ്വഹാബികളും മക്ക ഫതഹിന് വേണ്ടി വന്ന ഘട്ടത്തിൽ പരിശുദ്ധ കഅബയുടെ ഉള്ളിൽ കയറി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ കഅബയുടെ താക്കോൽ ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിലാണ്. അവരാണ് പരിഹരിക്കുന്ന കുടുംബം. അവർ മുസ്ലിങ്ങളല്ല, ഖുറൈശികളുടെ വലിയ തറവാട്ടുകാരാണ്. പാരമ്പര്യമായി അവരാണ് സംരക്ഷിക്കുന്നത്. അവരെ വിളിച്ചുകൊണ്ടു വന്ന് കയ്യിൽ നിന്ന് താക്കോൽ എടുത്തിട്ട് കഅബ തുറന്ന് അതിനകത്ത് കയറി നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പലരും കരുതി ആ കഅബയുടെ താക്കോൽ ഞങ്ങൾക്കൊന്ന് സൂക്ഷിക്കാൻ കിട്ടിയെങ്കിലെന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബികളുണ്ട്, ഖുറൈശി നേതാക്കന്മാരുണ്ട്, അവിടുത്തെ കുടുംബാംഗങ്ങളുണ്ട്. അവരും കരുതി ഞങ്ങളെ ഏൽപ്പിച്ചെങ്കിലെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ താക്കോൽ എടുത്തിട്ട് എവിടെ ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് വിളിച്ച് ആ മുസ്ലിമായ ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിലേക്ക് തന്നെ കഅബയുടെ താക്കോൽ തിരിച്ചേൽപ്പിക്കുന്ന ഒരു രംഗമാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനത്തിന്റെ പ്രായോഗിക മാതൃകകളാണ്. ലാ യജ്രിമന്നകും ശനആന ഖൗമി അലാ അൻ ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനതയോടോ ഒരു വിഭാഗത്തോടോ നിങ്ങൾക്കുണ്ടാകുന്ന ദ്വേഷങ്ങൾ അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുതേ എന്ന പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ നീതി കാണിക്കുന്നവരായി കഴിഞ്ഞാൽ ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് തഖ്വയുടെ അടിസ്ഥാനത്തിലേക്ക് ഏറ്റവും നിങ്ങൾ അടുപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതിന്റെ പ്രായോഗികതകളെ കാണിച്ചു കൊടുക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ പിന്നീട് മുസ്ലിമായി. മുസ്ലിങ്ങളുടെ അധീനതയിൽ വന്ന നേരത്ത് അവിടെ ബാങ്ക് വിളിക്കണം, നമസ്കരിക്കാൻ, നിസ്കാരത്തിന് ബാങ്ക് വിളിക്കാൻ വേണ്ടി ആരെയാണ് ഏൽപ്പിക്കുന്നത്? ആരെയാണ് ഏൽപ്പിക്കുന്നത്? ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ഈ ഖുറൈശികളുടെ മേൽക്കോയ്മയുടെ അഹങ്കാരത്തിന്റെ പരിണിത ഫലമായി അവിടെയുള്ള മരുഭൂമികളിൽ കിടന്നുകൊണ്ട് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് അതേ ബിലാൽ റളിയല്ലാഹു അൻഹു. ഏതൊരു മക്കയുടെ മണ്ണിലാണോ ബിലാൽ റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെട്ടത്, ഖുറൈശികൾ അവരുടെ അധികാരം ഉപയോഗിച്ച് അടിമയാക്കി തല്ലിച്ചതച്ചത് ഏതൊരു മക്കയുടെ മണ്ണിലാണോ
അതേ മണ്ണിൽ വെച്ചുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ പള്ളിയിലെ മസ്ജിദുൽ ഹറാമിലെ ആ വിജയ മുഖത്ത് കുടിക്കാൻ ചുമതലപ്പെടുത്തി കൊടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു നൽകിയ പ്രായോഗിക മാതൃകകളാണ് ഇതൊക്കെ. ഇത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അപ്പൊ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുകയും അത് മറ്റുള്ളവർക്ക് പതിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ നമ്മൾക്കിടയിൽ ഏതാണ്ട് 70 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച മനുഷ്യാവകാശങ്ങളുടെ പേരിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ്. എന്റെ അവകാശങ്ങളെ ആരാ തീരുമാനിക്കേണ്ടത്? ഞാനൊരു മുസ്ലിം എന്ന നിലയ്ക്ക് എന്റെ അവകാശങ്ങൾ, എനിക്ക് മൗലികമായ അവകാശങ്ങളുമുണ്ട്, എനിക്ക് മതപരമായ അവകാശങ്ങളുമുണ്ട്. മൗലികമായ അവകാശങ്ങൾ എനിക്ക് നാട്ടിൽ എല്ലാവർക്കും ലഭിക്കുന്ന പോലെ വിദ്യാഭ്യാസം ഉണ്ടാകണം, എല്ലാവർക്കും ലഭിക്കുന്ന പോലെ എനിക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാകണം, സൗകര്യങ്ങൾ ഉണ്ടാകണം. അതെന്റെ മൗലികമായ അവകാശമാണ്. പക്ഷേ ഞാൻ ഈ വസ്ത്രം ധരിക്കണോ വേണ്ടയോ എന്നത് എന്റെ മതപരമായ തീരുമാനമാണ്, അവകാശമാണ്. ഞാൻ തലപ്പാവ് ധരിക്കണോ വേണ്ടയോ എന്നത് അത് മൗലികാവകാശത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല, അത് മതപരമായ തീരുമാനത്തിന്റെ പരിധിയിലാണ് വരുന്നത്. പക്ഷേ വ്യക്തിപരമായി മതപരമായ അനുഷ്ഠാനങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെ ഈ മൗലികാവകാശങ്ങളുടെ പരിധിയിൽപ്പെടുത്തിയിട്ട് കഷ്ടപ്പെടുത്തുക എന്നത് സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇന്ത്യയിൽ ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാണല്ലോ. നോക്കൂ, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഹരിയാനയിൽ വെച്ച് ആദ്യമായി അന്നത്തെ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആളുകളുടെ പേര് ചേർക്കുന്ന സർവേ നടന്നപ്പോൾ ഓരോ ആളുകളിൽ നിന്ന് പേര് ചേർക്കുകയാണ്. അപ്പൊ അതിൽ സ്ത്രീകൾ വന്നു. അവർ മുഖം മറച്ചുകൊണ്ടാണ് വരുന്നത്. സ്ത്രീകൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ് അവിടെ. അവർ മുഖം മറച്ചുകൊണ്ട് വന്ന് പേര് ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പ് പട്ടിക ഉണ്ടാക്കുകയാണ്. പേര് ചോദിച്ചപ്പോ പറഞ്ഞു, പേരോ? ഞാൻ എന്തിനാ പേര് പറയുന്നത്? പേര് പറയാൻ പാടില്ല. അക്കാലത്ത് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ അവരുടെ പേര് പറയുക എന്നത് പോലും അവരുടെ അവകാശത്തിനെതിരെയുള്ള കടന്നുകയറ്റമായിരുന്നു. പറയാൻ കൂട്ടാക്കിയില്ല. അവസാനം തെരഞ്ഞെടുപ്പാണ്, അതിന് നിശ്ചയമായിട്ടും ആട് തീരുമാനിക്കപ്പെടണം, നിശ്ചയിക്കപ്പെടണം, നിങ്ങളുടെ പേര് വിലാസം ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ഇന്നാലിന്നാളുടെ ഭാര്യയാണ്. അടുത്താളെ വിളിച്ചു, അവരും പറഞ്ഞു ഇന്നാളുടെ ഭാര്യയാണ്. എന്നാൽ പേര് പറഞ്ഞില്ല. ഇത് ഇന്ത്യയുടെ ഔദ്യോഗികമായ രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അങ്ങനെ എല്ലാം കണക്കെടുത്തതിനു ശേഷം 20 ലക്ഷം സ്ത്രീകൾ അവരുടെ പേര് പറയാതെ, അവരുടെ പേര് രേഖപ്പെടുത്താതെ ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പത്രിക വരികയാണ്. ഡൽഹിയിൽ വലിയ ചർച്ചയായി. ആള് നിശ്ചയിക്കപ്പെടാതെ, ആളുടെ പേര് പറയാതെ തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തിറക്കാൻ പാടില്ല എന്നായി. അവസാനം അത് ആ വ്യക്തിയുടെ അവകാശത്തെ നമ്മൾ കടന്നു കയറുകയാണ്. അവർക്ക് അനുവാദം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും അവർ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് അന്യ പുരുഷന്മാരില്ലാതെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് അവരെ അറിയിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല. ഉത്തരേന്ത്യയിലെ അന്നത്തെ അവരുടെ സംസ്കാരവും ശീലവും അതായതുകൊണ്ട് അതിനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതിയിലൊക്കെ എത്ര വിധികളുണ്ട്. മതപരമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുടെ അത് മൗലികാവകാശത്തിന്റെ പരിധിയിൽപ്പെടുത്തി അവർക്ക് അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞ് എത്ര കേസുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസുണ്ടായി. അതിനെ തുടർന്നാണ് 2018 മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം കൊടുക്കണം. പ്രവേശനം കൊടുത്താൽ മാത്രം പോലെ അവർക്ക് നിസ്കരിക്കാനും അവർക്ക് ഒന്നാം സ്വപ്നം നൽകാനും അവർക്ക് നേതൃത്വം കൊടുക്കാനും ഒക്കെ അനുവാദം വേണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന്റെ രേഖകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, മൗലികാവകാശങ്ങളുടെ പേരിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മതപരമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ദുഷ്ടരാത്തോടുകൂടി സമീപിക്കുന്ന കാഴ്ചയും ചില താല്പര്യങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്നതും നമ്മുടെ അവസരത്തിൽ തിരിച്ചറിയേണ്ടത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉണ്ടാകണം. മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങളെ ഇന്നെല്ലാവരും പറയുന്നതിനേക്കാൾ മനോഹരമായി പറഞ്ഞിട്ടുള്ള ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. പരിശുദ്ധ ഇസ്ലാം സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. അതിനെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ശിഷ്ട ജീവിതത്തിലും കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഭിമാനബോധത്തോടുകൂടി എന്ന് പറഞ്ഞ ആ ഔന്നിത്യബോധത്തോടുകൂടി വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ കൊണ്ടു നടക്കാനും പൂർണ്ണ ഈമാനോടെ ജീവിച്ചു മരിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.